ഒരു മാതാപിതാക്കൾക്ക് മക്കൾ കൊടുത്ത 8ൻ്റെ പണി. 3 പെൺമക്കളുള്ള മാതാപിതാക്കൾ. അപ്പോൾ ഉമ്മയൊപ്പം തീരുമാനിക്കുകയാണ്, ആൺകുട്ടികളില്ലാത്തതാണ്, അതുകൊണ്ട് തന്നെ 3 പെൺമക്കളയിൽ ഇളയ മരുമോന് ഒരു അല്പം ഗുണ്ടായുസുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ സ്വത്തുകൾ ഇവരുടെ ഇടയിൽ ഇവർ മരിക്കുന്നതിന് മുന്നേ തുല്യമായി വീതിച്ചിട്ടില്ലെങ്കിൽ ഈ ചെറിയ മരുമോൻ ഗുണ്ടായുസം കാണിച്ചിട്ട് മറ്റ് മൂത്ത 2 മക്കൾക്കും കൊടുക്കൂല എന്നുള്ളൊരു പേടി കാരണം ഉമ്മയപ്പയും അവരുടെ മരണത്തിന് മുന്നേ തന്നെ ഈ സ്വത്ത് ഈ 3 പേർക്കും വീതിച്ച് നൽകുകയാണ്. പക്ഷേ അവരെ വീതം വെച്ച് കഴിഞ്ഞ ശേഷം ഉമ്മാക്ക് ബ്രസ്റ്റ് ക്യാൻസർ വന്ന് എല്ലിനെ ബാധിക്കുകയും അങ്ങനെ അതിൻ്റെ കീമോതെറാപ്പി, റേഡിയേഷൻ ചികിത്സയിലേക്കെല്ലാം വേണ്ടി പണം ചിലവാക്കേണ്ടി വരികയും ചെയ്യുന്നൊരവസ്ഥ വരികയാണ്. ആ സമയത്ത് ഉമ്മാൻ്റെ അടുത്ത് വേറെ ഒരു സ്വത്തോ കാര്യങ്ങളോ ക്യാഷോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഉമ്മ മക്കളെ വിളിച്ച് കാര്യങ്ങൾ പറയുകയും ഇങ്ങനെ സംഭവമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ തന്ന സ്വത്ത് തിരിച്ചു തരണമെന്ന് പറയുകയും ചെയ്തു. അപ്പോൾ മക്കളതിന് തയ്യാറായില്ല. അപ്പോൾ വലിയ മോളെ ഭർത്താവ് ഒരു മതപണ്ഡിതനാണ്. വലിയ മോള് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഈ അസുഖം വന്നിട്ട് ഇന്നവരെ ആരും രക്ഷപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് നമ്മൾ ഈ സ്വത്ത് തിരിച്ചു കൊടുത്താൽ ഉമ്മയും ഉണ്ടാവില്ല, നമുക്ക് സ്വത്തും പോകും. എന്നാൽ ഈ ഉമ്മ കുറേ കെഞ്ചിയപ്പോൾ ആദ്യമായി ആ സ്വത്ത് തിരിച്ചു കൊടുത്തത് ഈ പറഞ്ഞ ഗുണ്ട തന്നെയായിരുന്നു. ഇതിൽ നിന്ന് നമുക്കൊരു ഗുണപാഠം എന്താണ്? നമ്മൾ ആളുകളെ അവരുടെ രൂപമോ ഭാവമോ കണ്ട് ജഡ്ജ് ചെയ്തിട്ട് കാര്യമില്ല. അങ്ങനെ ഈ സ്വത്ത് കിട്ടാൻ വേണ്ടി ഉമ്മാക്ക് ലാസ്റ്റ് ഹൈക്കോടതി വരെ പോകേണ്ട അവസ്ഥ വന്നു. ഉമ്മ നിത്യവും നമ്മുടെ OPയിൽ വന്നിട്ട് കരച്ചിലാണ്. അത്രയും ദൂരം അവർക്ക് യാത്രാ ചിലവ് വരെ സഹിക്കാൻ വയ്യ. എന്തായാലും പോയല്ലേ പറ്റൂ, എനിക്ക് എൻ്റെ സ്വത്ത് തിരിച്ചു കിട്ടണ്ടേ, എൻ്റെ ചികിത്സ പൂർത്തിയാക്കണ്ടേ എന്നെല്ലാം ഉമ്മ പറയും. അങ്ങനെ ഹൈക്കോടതിയിൽ വാദം കേട്ടു. കഴിഞ്ഞ ആഴ്ച OPയിൽ വന്നപ്പോൾ ഉമ്മ പറഞ്ഞു, അടുത്ത ആഴ്ചയാണ് ഹൈക്കോടതിയിൽ നിന്ന് വിധി വരിക. പക്ഷേ ഉമ്മ കരയാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാണ് ഉമ്മ നിങ്ങളിങ്ങനെ കരയുന്നത്? അപ്പോൾ ഉമ്മ പറയാണ്, ഞാൻ 4 വർഷമായി എൻ്റെ വലിയ മൂത്ത മോളെ കണ്ടിട്ട്, 4 വർഷമായി ആ കുട്ടീൻ്റെ ഒരു സൗണ്ട് ഞാൻ കേട്ടിട്ട്. ഇതിനാണ് ഇപ്പോൾ ആ ഉമ്മ കരയുന്നത്. ആ മോളാണ് ഇപ്പോഴും ഉമ്മക്ക് സ്വത്ത് തിരിച്ചു കൊടുക്കാത്തത്. അപ്പോൾ ഉമ്മ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഭൂമിയിൽ നിർവചിക്കാൻ കഴിയാത്ത ഒരു